ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ മണ്ഡപത്തിലേക്ക് എത്തിയ ഗൗതം ചന്ദ്രശേഖരന്റെ ഫോണിലേക്ക് വിളിക്കുന്നു. ചന്ദ്രശേഖരനോട് ഗൗതം അറിയിച്ചു, വരുണും സംഘവും ഒരു കുഴപ്പവുമില്ലാതെ ഇവിടെ മണ്ഡപത്തിലെത്തിയിട്ടുണ്ട്. അച്ഛനത് എവിടെയാണ്? അച്ഛൻ ഏർപ്പാട് ചെയ്ത ആളുകൾ ഒന്നും തന്നെ ചെയ്തില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ ഗൗതമിനോട് ചന്ദ്രശേഖർ പറഞ്ഞു, നമ്മൾ പറഞ്ഞുവിട്ട ആളുകൾ കൃത്യമായി തന്നെ എത്തിയതാണ്. വരുണിന്റെ വണ്ടി അവർ തടഞ്ഞതുമാണ്. പക്ഷേ അപ്രതീക്ഷിതമായി വരുൺ നമ്മുടെ നീക്കം മനസ്സിലാക്കിയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അവൻ മറ്റൊരു ഗുണ്ടാ സംഘത്തെ അവിടെ നേരത്തെ തന്നെ അവന് രക്ഷയ്ക്കായി അവൻ നേരത്തെ ഏർപ്പാട് ചെയ്തിരുന്നു. അതുകൊണ്ട് നമ്മുടെ ആളുകളെക്കാളും കുറച്ചുകൂടി ശക്തരായിരുന്നു അവർ. അതുകൊണ്ടാണ് അവനെ തടയാൻ കഴിയാതെ പോയത്. എന്തായാലും ഇതോടെ നമ്മുടെ നീക്കങ്ങൾ അവസാനിച്ചിട്ടില്ല. വിവാഹം നടന്നിട്ടില്ലല്ലോ, ഇനിയും മുഹൂർത്തത്തിന് സമയം ബാക്കിയല്ലേ. മണ്ഡപത്തിലെത്തിയെങ്കിലും ഇവിടെ വെച്ചെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് എന്റെ മനസ്സ് പറയുന്നതെന്ന് ചന്ദ്രശേഖർ അറിയിച്ചിരും. ഗൗതം പറഞ്ഞു, എന്നാൽ ഞങ്ങളിവിടെ കാത്തു നിൽക്കാച്ചാം. എന്തായാലും വിവാഹത്തിന് മുൻപ് തന്നെ കാര്യങ്ങൾ നടത്തിയിരിക്കണമെന്ന് പറഞ്ഞ് ഗൗതം ഫോൺ വെച്ചു. അപ്പോഴാണ് റോഷിനിയാകെ കരുതുള്ളി അപ്പുറത്ത് മാറി നിൽക്കുന്നത് കണ്ട് അവിടേക്ക് കൽപ്പന എത്തിയത്. റോഷിനിയോട് കൽപ്പന കാര്യം അന്വേഷിച്ചു. അപ്പോഴേക്കും റോഷിനി പറഞ്ഞു, എന്നെ എന്തിനാ നിങ്ങളെല്ലാവരും കൂടി ഇങ്ങോട്ട് അണിയിച്ച് ഒരുക്കി കൊണ്ടുവന്നത്? നിങ്ങളുടെയൊക്കെ വാക്കുകൾ വിശ്വസിച്ചാണ് എനിക്ക് ഇങ്ങനെ നാണം കിടേണ്ടി വന്നത്. അല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ വിവാഹത്തിൽ പങ്കെടുക്കാതെ അവിടെ എവിടെയെങ്കിലും ഇരുന്നേനെ. വെറുതെ നിങ്ങളെല്ലാവരും പറഞ്ഞു ഇന്ന് വിവാഹം നടക്കില്ല, അവൾക്ക് എന്തെങ്കിലും സംഭവിക്കും, വരുണിനെ ഇവിടേക്ക് കൊണ്ടുവരില്ല. എന്നിട്ടിപ്പോ എന്തായി? ഒരു കുഴപ്പവുമില്ലാതെ വരുണും വീട്ടുകാരും ഇവിടെ എത്തുകയും ചെയ്തു. അല്പസമയത്തിനുള്ളിൽ അവരുടെ വിവാഹവും നടക്കും. എന്നിട്ട് അവർക്ക് മേൽ പുഷ്പവൃഷ്ടിയൊക്കെ നടത്തി ഇവിടെ അവർക്ക് ചായയും മറ്റുമൊക്കെ വിളമ്പി കൊടുക്കാനും സദ്യ വിളമ്പാനും ഒക്കെ എന്നെ കൂടി നിർത്താനല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്? എന്നെ അതിന് കിട്ടില്ല. ഞാൻ പോവാ. എനിക്ക് കുറച്ച് കഴിയുമ്പോഴേക്കും ഇവരുടെ വിവാഹത്തോട് കാര്യങ്ങൾ എടുക്കുമ്പോൾ ഞാൻ അതൊന്നും കാണാൻ ഇവിടെ നിൽക്കില്ല. എന്നെ ഒന്നും അന്വേഷിച്ച് വന്നേക്കരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. അത് കേട്ടതും കൽപ്പന പറഞ്ഞു, എടി മോളെ, നീ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. നിന്റെ നന്മയ്ക്ക് കൂടിയല്ലേ ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്തത് എന്ന് കൽപ്പന പറയുമ്പോൾ റോഷിനി പറഞ്ഞു, ഇല്ല, എന്റെ ആഗ്രഹങ്ങൾക്കോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയോ ഒന്നുമല്ല ചേച്ചിയും ചേച്ചിയുടെ ചെറിയച്ഛനെന്ന് പറയുന്ന ആ ആളുകളൊന്നും ഇതിനായിട്ട് തയ്യാറെടുത്തിറങ്ങിയത്. ചെറിയച്ഛൻ അധികാരമെല്ലാം നേടുന്നതിന് വേണ്ടി ആ സ്വത്ത് മുഴുവൻ സ്വന്തമാക്കണം. അതാണ് അയാളുടെ ലക്ഷ്യം. ചേച്ചിയാണെങ്കിൽ ചേച്ചിക്ക് ആ വീടിന്റെ താക്കോൽ കൂട്ടം കൈക്കലാക്കണം. ചേച്ചി അവിടുത്തെ പ്രധാന ആളായി ആ വീട്ടുകാരെ ഭരിച്ചങ്ങനെ നിൽക്കണം. ഇതൊക്കെ ചേച്ചിയുടെ ആഗ്രഹവും. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കിടയിൽ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ വല്ലതും കഴിയുമോ? അതുകൊണ്ടാണ് നിങ്ങളുടെ പ്രയത്നങ്ങളൊക്കെ പാഴായി പോകുന്നത് എന്ന് പറഞ്ഞ് കൽപ്പനയെ റോഷിനിയെ കുറ്റപ്പെടുത്തി. അത് കേട്ടതും കൽപ്പന പറഞ്ഞു, നീ പറഞ്ഞതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇനി അഥവാ വിവാഹം നടന്നാലും വരുണിന്റെ താലി അവളുടെ കഴുത്തിൽ വീണാലും ശരി, പിന്നെ കണിമംഗലത്തേക്ക് വന്നതിന് ശേഷം അവൾക്ക് സമാധാനത്തോടു കൂടിയുള്ള ഒരു ജീവിതം ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. അവൾക്ക് ഒരു ദിവസം പോലും ആ വീട്ടിൽ സമാധാനം നൽകില്ല ഞാൻ. നീ നോക്കിക്കോ. അവസാനം വരുണിന്റെ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ എനിക്കറിയാം എന്ന് കൽപ്പന പറയുമ്പോഴാണ് മറ്റൊരിടത്ത് അവിടെ സിനിമയുടെ പൂജ നടക്കുന്നതിന്റെ ആരംഭഘട്ടങ്ങൾ അവിടെ തയ്യാറെടുപ്പുകൾ നടത്തുന്നു. പ്രിയങ്കയെയും മറ്റൊരു പുതുമുഖ നായകനെയും നിർത്തിക്കൊണ്ട് ഒരു സിനിമ ഷൂട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് സംവിധായകനും മറ്റെല്ലാവരും. പ്രൊഡക്ഷൻ കൺട്രോളർമാർ അതുവഴി ഓരോ കാര്യത്തിനായി ഓടി നടക്കുമ്പോൾ സംവിധായകൻ അന്നത്തെ പൂജയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ പുതുമുഖ നായകൻ അവിടേക്ക് എത്തിക്കഴിഞ്ഞു. അയാൾ വന്ന് ഡയറക്ടറോട് സംസാരിക്കുകയും ഡയറക്ടർ വേണ്ട ബ്ലെസ്സിങ്സ് ഒക്കെ നൽകുകയും, എന്തായാലും കൃത്യസമയത്ത് എത്തിയല്ലോ. ഇന്ന് നമുക്ക് ഹീറോയിനെയും നിർത്തി കുറച്ച് ഷൂട്ടൊക്കെ എടുക്കാനുണ്ട്. ചില രംഗങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. എന്തായാലും അപ്പുറത്ത് നമ്മുടെ പ്രൊഡ്യൂസർ ഉണ്ട്, അദ്ദേഹത്തെ കൂടി പോയി കണ്ടോളൂ എന്ന് പറഞ്ഞ് ആ പുതുമുഖ നായകനെ ഡയറക്ടർ വേഗം തന്നെ പ്രൊഡ്യൂസറുടെ അരികിലേക്ക് പറഞ്ഞയച്ചു. പ്രൊഡ്യൂസർ ഈ സമയത്ത് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നേരത്താണ് ആ നായകൻ അവിടേക്ക് എത്തിയത്. അദ്ദേഹം പ്രൊഡ്യൂസറുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുമ്പോൾ ഉടനെ പ്രൊഡ്യൂസർ പറഞ്ഞു, ഇതൊക്കെ എന്തായാലും കൊള്ളാം. ആദ്യം നമ്മുടെയൊക്കെ കാല് വന്ന് പിടിക്കും, പിന്നെയാണ് കാല് വാരുന്നത്. ഇത് ഇൻഡസ്ട്രിയിൽ അങ്ങനെയാണ് സാധാരണ സംഭവിക്കാറുള്ളത്. അതുപോലെ എന്റെ കാല് വരുമോ താൻ എന്ന് ചോദിച്ചപ്പോ ഉടനെ
നായകൻ പറഞ്ഞു, "ഇല്ല സാർ, ഞാൻ എന്തായാലും ഒരിക്കലും സാറിനെ കാലുവാരില്ല" എന്ന് പറഞ്ഞതും, ശരി ശരി, നമുക്ക് നോക്കാം" എന്ന് പറഞ്ഞ് അങ്ങനെ പ്രൊഡ്യൂസർ സംസാരിച്ചിരിക്കുമ്പോൾ അയാൾ ആലോചിച്ചു, ഇന്നിപ്പോ അവൻ എന്റെ കാല് പിടിച്ചു, നാളെ ഞാൻ ഇവന്റെ ഡേറ്റിന് വേണ്ടി ഇവന്റെ കാല് പിടിച്ച് നടക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്റെ ഈശ്വര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് ശരത്ത് തന്റെ കാറിൽ അവിടെ വന്നിറങ്ങിയത്. അപ്പോഴേക്കും പ്രൊഡക്ഷൻ കൺട്രോളർ വേഗം ശരത്തിന്റെ അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു, "എടോ, എവിടോ തന്നെ നായിക? ആ പെങ്കൊച്ച് ഉടനെ വരുമെന്ന് പറഞ്ഞിട്ട് ഇത്രയും നേരമായിട്ടും എത്തിയില്ലല്ലോ. തന്നെ ആ പ്രൊഡ്യൂസറൊക്കെ അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് വേഗം ശരത്തിനെ പ്രൊഡ്യൂസർ അരികിലേക്ക് കൊണ്ടുവന്നു. പ്രൊഡക്ഷൻ കൺട്രോളർ ശരത്തിനെ പ്രൊഡ്യൂസർ അരികിലേക്ക് എത്തിച്ചതും ശരത്തിനെ കണ്ടിട്ട് പ്രൊഡ്യൂസർ പറഞ്ഞു, "അതെ, എവിടാടോ അവൾ? ഈ സിനിമയിൽ മുഖം കാണിക്കുന്നതിന് മുൻപ് തന്നെ അവൾക്ക് ഇത്രയ്ക്ക് ജാടയായോ? അതെ, ഈ ഇൻഡസ്ട്രിയിലെ ഒന്ന് ക്ലച്ച് പിടിച്ച് വരിക എന്ന് പറയുന്നതൊക്കെ വളരെ പ്രയാസകരമുള്ള കാര്യമാണ്. അതിനു മുൻപ് തന്നെ അവൾ ഈ രീതിയിലൊക്കെ ജാടയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവളുടെ കരിയർ എന്താകുമെന്ന് താനൊന്ന് അവളെ ഒന്ന് പറഞ്ഞ് ഉപദേശിക്കുന്നത് നന്നായിരിക്കും" എന്നൊക്കെ പ്രൊഡ്യൂസർ അറിയിച്ചു. അത് കേട്ടതും ശരത്ത് പറഞ്ഞു, "സാർ, ഇപ്പൊ തന്നെ എത്തും സാർ. വീട്ടിൽ നിന്ന് ഇതിനോടകം പുറപ്പെട്ടിട്ടുണ്ടാകും" എന്നൊക്കെ ശരത്ത് പറഞ്ഞപ്പോ പ്രൊഡ്യൂസർ പറഞ്ഞു, ശരി, ഞാനെന്തായാലും കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യാം. ഞാനേ സാധാരണ പണം മുടക്കുന്നതൊക്കെ ചില മണ്ടന്മാരായിരിക്കും. എന്നാൽ അങ്ങനെ ഞാനൊരു മണ്ടനല്ല എന്നുള്ള കാര്യം നീ മറക്കണ്ട കേട്ടോ" എന്ന് പറഞ്ഞ് ശരത്തിനെ താക്കീത് ചെയ്യുമ്പോൾ ആ പ്രൊഡക്ഷൻ കൺട്രോളർ ശരത്തിന്റെ ഫോൺ വാങ്ങിച്ചിട്ട് വേഗം പ്രിയങ്കയുടെ ഫോണിലേക്ക് വിളിച്ചു. എന്നിട്ട് സംസാരിക്കാനായി ശരത്തിന്റെ കയ്യിലേക്ക് അയാൾ കൊടുക്കുമ്പോൾ, "എടോ, എന്റെ ഫോൺ എടുത്ത് എനിക്ക് വിളിക്കാൻ അറിഞ്ഞൂടെടോ" എന്ന് ചോദിച്ച് ശരത്ത് ദേഷ്യപ്പെട്ടുകൊണ്ട് ഫോണുമായിട്ട് അവിടുന്ന് പോകുന്നു. പിന്നീട് കല്യാണ മണ്ഡപത്തിൽ എല്ലാവരും അവിടെ ക്ഷണിച്ചിട്ട് എത്തുന്ന അതിഥികളെ സ്വീകരിച്ച് ഇരുത്തുന്നതിന്റെ തിരക്കിലായിരുന്നു. അപ്പോഴാണ് അവിടെ നിന്ന് യശോദയെ ദേവനാരായണൻ അരികിലേക്ക് വിളിപ്പിച്ചത്. യശോദ വന്ന് ചോദിച്ചു, എന്തിനാ വിളിപ്പിച്ചതെന്ന് ചോദിച്ചത് ദേവനാരായണൻ പറഞ്ഞു, "അല്ല, അവളുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? അവൾ എന്തെങ്കിലും പറഞ്ഞോ? അവൾക്ക് ഈ വിവാഹത്തിന്റെ എതിർപ്പ് ഇപ്പോഴും അവളുടെ സ്വഭാവത്തിൽ പ്രകടമാവുന്നുണ്ടോ" എന്നൊക്കെ ചോദിച്ചപ്പോ യശോദ പറഞ്ഞു, "അങ്ങനെ ഒന്നും ഇല്ലെന്നേ, നിങ്ങൾ അതൊന്നും ഓർത്ത് ആശങ്കപ്പെടണ്ട. അവൾക്കിപ്പോ ഒരു വിഷമോ സങ്കടമോ ഒന്നും തന്നെ ഇല്ല. പിന്നെ രാധിക മോളാണെങ്കിൽ അരികിലുണ്ട് താനും. അവളെപ്പോഴും നമ്മുടെ പ്രയാസങ്ങളെക്കുറിച്ചും കഷ്ടപ്പാടുകളെക്കുറിച്ചും അവൾ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറിയാൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ രാധിക മോൾ നമ്മളെക്കാൾ ഏറെ നന്നായിട്ട് അവളെ പറഞ്ഞ് മനസ്സിലാക്കും. അതുകൊണ്ട് അതോർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. മോള് ഇപ്പൊ വളരെ സന്തോഷത്തിലാണെന്ന്" പറഞ്ഞപ്പോ ദേവനാരായണൻ പറഞ്ഞു, "എന്തായാലും എനിക്ക് മോളെ ഒന്ന് കാണണം. അതുകൊണ്ട് മോളെ ഞാൻ കണ്ടിട്ട് വരാം. എനിക്ക് അവളോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ് ദേവനാരായണൻ പ്രിയങ്കയെ കാണാനായി ആ ഗ്രീൻ റൂമിനരികിലേക്ക് പോകുന്നു. അപ്പോഴേക്കും പ്രിയങ്കയ്ക്ക് വേണ്ട ആഭരണങ്ങളൊക്കെ അണിയിച്ചു കൊടുത്തിട്ട് കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് രാധിക പറഞ്ഞു, "മോളെ, ഓരോ ആഭരണങ്ങൾ അണിയും തോറും മോളെ കാണാൻ കൂടുതൽ സുന്ദരിയായിക്കൊണ്ടിരിക്കുകയാണ്." അതൊട്ടും ഇഷ്ടപ്പെടാത്ത രീതിയിൽ പ്രിയങ്ക അങ്ങനെ ഇരിക്കുമ്പോ രാധിക ചോദിച്ചു, "എടി മോളെ, ഇനിയെങ്കിലും നിന്റെ മുഖം ഒന്ന് തെളിഞ്ഞേ, നീ ഒന്ന് സന്തോഷത്തോടെ ഇരുന്നേ." അപ്പോഴാണ് ദേവനാരായണൻ വേഗം വാതിൽ തുറന്ന് അകത്തേക്ക് എത്തിയത്. ദേവനാരായണനും യശോദയും കൂടി വരുന്നത് കണ്ട് പ്രിയങ്ക ചോദിച്ചു, "എന്താ അച്ഛാ?" അപ്പോഴേക്കും രാധികയും കാര്യം അന്വേഷിച്ചു. അപ്പോഴാണ് ദേവനാരായണൻ ചോദിച്ചത്, "അല്ല, മോള് ഒരുങ്ങിക്കഴിഞ്ഞോ എന്നറിയാനാണ് അച്ഛൻ വന്നത്" എന്ന് ദേവനാരായണൻ പറഞ്ഞപ്പോ രാധിക പറഞ്ഞു, "ഇനി ഈ കുറച്ചു കാര്യം കൂടി മാത്രമേ ഉള്ളൂ. ഉടനെ തന്നെ പ്രിയങ്ക റെഡിയാവും അച്ഛാ" എന്ന് പറഞ്ഞപ്പോ ദേവനാരായണൻ പ്രിയങ്ക അരികിലേക്ക് നിർത്തിയിട്ട് പറഞ്ഞു, "മോളെ, നമ്മൾ മനുഷ്യരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും പലപ്പോഴും നടക്കും. നമ്മൾ കൂടുതൽ പലതും ആഗ്രഹിക്കും. എന്നാൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാകുന്ന കാര്യങ്ങളല്ല. ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ ഓരോരോ വിധിയുണ്ട്. അങ്ങനെ ഒരു വിധിയാണ് എന്റെ മോളുടെ തലയിലും വന്നിരിക്കുന്നത്. അതുകൊണ്ട് മോള് കണിമംഗലം എന്ന് പറയുന്ന തറവാട്ടിലെ മരുമകളായി ചെന്ന് കയറുക എന്നതാണ് മോളുടെ തലയിലുള്ള വിധി. അതോടൊപ്പം തന്നെ മോളൊരു കാര്യം മനസ്സിലാക്കണം. എന്തായാലും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ സാമ്പത്തിക ഭദ്രത ഏറെയുള്ള ഒരു കുടുംബത്തിലേക്കാണ് മോള് ചെന്ന് കയറാൻ പോകുന്നത്. അവിടെ മോൾ ഒരിക്കലും അഹങ്കാരം കാട്ടുകയോ ഇപ്പോ ഇത്രയും നാളും നമ്മൾ അനുഭവിക്കാത്ത സുഖസൗകര്യങ്ങൾ കണ്ട് അതിൽ മതിമറന്ന് നിൽക്കുകയോ ചെയ്യരുത്. എന്തായാലും ഭർത്താവിനെയും ഭർത്താവിന്റെ കുടുംബത്തെയും വീട്ടുകാരെയും ഒക്കെ എപ്പോഴും സ്നേഹിക്കുകയും പരിചരിക്കുകയും ചെയ്യണം. എന്റെ മോളെ കൊണ്ട് നല്ല വാക്കുകൾ മാത്രമേ അവരുടെ വീട്ടിൽ നിന്ന് പറയിപ്പിക്കാവൂ. ഒരിക്കലും അവരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റവും എന്റെ മോളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത്" എന്ന് പറയുമ്പോൾ യശോദയും അരികിലേക്ക് എത്തി പറഞ്ഞു, "അതെ മോളെ, നീ ചെയ്യുന്ന പ്രവൃത്തികളാണ് നമ്മുടെ കുടുംബത്തെക്കുറിച്ച് അവർ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ നിന്റെ ഭാഗത്തു നിന്ന് അവിടെ ഉണ്ടാകരുതെന്ന്" പറയുമ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് രാധിക അതെല്ലാം വളരെയേറെ ശ്രദ്ധയോടെ കേട്ടങ്ങനെ നിൽക്കുന്നു. പ്രിയങ്ക അച്ഛന്റെ അമ്മയുടെ ഉപദേശങ്ങളൊന്നും
അത്രയ്ക്ക് ചെവിക്കൊള്ളാതെ ഒട്ടും താല്പര്യമില്ലാതെ പ്രിയങ്ക അങ്ങനെ നിൽക്കുമ്പോൾ ദേവനാരായണൻ പറഞ്ഞു, മോളെ, മോളോട് അച്ഛനും അമ്മയും പറഞ്ഞ കാര്യങ്ങൾ ഒരു കാരണവശാലും മോള് മറക്കരുത്. അപ്പോഴേക്കും പ്രിയങ്കയുടെ മറുപടി ഒന്നും കേൾക്കാതായപ്പോ രാധിക മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഇല്ലച്ചാ, അങ്ങനെയൊന്നും അവിടെ അങ്ങനെ ഒരു സംസാരം ഉണ്ടാകാനുള്ള സാഹചര്യം ഞാനായിട്ട് ഉണ്ടാക്കില്ലച്ചാ എന്ന് രാധിക പറയുമ്പോ അപ്പുറത്ത് നിന്ന് പ്രിയങ്കയുടെ കൂട്ടുകാരി ചോദിച്ചു, അല്ല, ഇത് നല്ല കൂത്തായല്ലോ. പ്രിയങ്ക പറയേണ്ട മറുപടി താനാണോ പറയുന്നത്? തന്റെ വിവാഹം നടക്കാൻ പോകുന്നതെന്നാണോ താൻ ചിന്തിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ഉടനെ ദേവനാരായണൻ പറഞ്ഞു, എന്റെ മോളെ കുറിച്ച് അച്ഛന് യാതൊരു ആശങ്കയുമില്ല. എന്റെ മോളെ കുറിച്ച് ആരും ഒരിക്കലും അങ്ങനെ അഭിപ്രായം പറയുകയുമില്ല എന്ന് പറഞ്ഞങ്ങനെ നിൽക്കുമ്പോൾ അവിടേക്ക് സുകുമാരി എത്തി. സുകുമാരി വന്ന് ചോദിച്ചു, ആഹാ, മുല്ലപ്പൂ ഒന്നും തലയിൽ ചൂടിയില്ലേ, അതെന്താ ചൂടാത്തതെന്ന് ചോദിച്ചപ്പോ രാധിക പറഞ്ഞു, അത് പൂ ഇപ്പൊ എടുത്തോണ്ട് വരാം, അപ്പുറത്ത് വെച്ചിരിക്കുക മുത്തശ്ശി. ഉടനെ തന്നെ സുകുമാരി ദേഷ്യപ്പെട്ടു, ആഹാ, നീ ഇതിനെ ആരെങ്കിലും വന്ന് ചോദിക്കുന്നതിനായിട്ട് കാത്തു വയ്ക്കുമായിരുന്നോ? വേഗം പോയി പൂ എടുത്തോണ്ട് വാടി അസത്തെ എന്നൊക്കെ ദേഷ്യപ്പെടുമ്പോ രാധിക വേഗം പൂക്കൾ എടുക്കാനായി അപ്പുറത്തെ റൂമിലേക്ക് പോയി. സുകുമാരി അപ്പോഴേക്കും ദേവനാരായണനോട് പറഞ്ഞു, മോനെ, നീ ഇവിടെ ഇങ്ങനെ വന്ന് നിന്നാലോ, അവിടെ വരുന്നവരൊക്കെ നിന്നെ അന്വേഷിക്കണം, വേഗം അങ്ങോട്ട് വാ എന്ന് പറഞ്ഞു യശോദയെയും ദേവനാരായണനെയും വിളിച്ചുകൊണ്ട് സുകുമാരി അവിടെ നിന്ന് പോയി. അവരെല്ലാരും പോയെന്ന് ഉറപ്പായതോടെ പ്രിയങ്ക ടെൻഷനോടെ കൂട്ടുകാരിമാരോട് പറഞ്ഞു, ഇനി അധികം നേരമൊന്നുമില്ല, ഈ വേഷത്തിൽ എനിക്ക് ഇവിടെ നിന്ന് കടക്കാനും ആവില്ല, ഞാനിനി എന്ത് ചെയ്യും, ഇപ്പൊ അവിടെ പൂജ തുടങ്ങിയിട്ടുണ്ടാകും എന്നൊക്കെ പ്രിയങ്ക സങ്കടപ്പെട്ട് പറയുമ്പോൾ കൂട്ടുകാരിമാർ പറഞ്ഞു, നീ ഒന്ന് സമാധാനപ്പെടും, എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാകും. അപ്പോഴാണ് ശരത്ത് ഡയറക്ടറുടെ അരികിലേക്ക് ചെന്നത്. ഡയറക്ടർ ശരത്തിനോട് പ്രിയങ്കയെ കൊണ്ടുവരാത്തതിന്റെ പേരിൽ ദേഷ്യപ്പെടുകയും പ്രിയങ്ക ഇത്രയും നേരമായിട്ട് ഇവിടെ എത്താത്തത് എന്ത് കാരണത്താലാണെന്ന് ശരത്തിനോട് ചോദ്യം ചെയ്യൽ നടത്തി. തനിക്കറിയാമല്ലോ, ഇങ്ങനെയൊരു സിനിമയ്ക്ക് ഒരു പുതുമുഖ നായികയെ കിട്ടാൻ കഷ്ടമായിട്ടൊന്നുമല്ല, ഇതിന് യാതൊരു ക്ഷാമവുമില്ല. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ താൻ അത്രയൊക്കെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ആ പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു ചാൻസ് കൊടുത്തത് എന്ന് ഡയറക്ടർ ദേഷ്യപ്പെടുമ്പോ ഇത് കേട്ട ശരത്ത് പറഞ്ഞു, അതെ സാറേ, സാറ് വിഷമിക്കാറേ, എന്തായാലും ഞാനിവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞത്. ഡയറക്ടർ ചോദിച്ചു, താൻ ഇവിടെ ഉണ്ടായിട്ട് എന്താ കാര്യം, തന്നെ എനിക്ക് പെണ്ണായിട്ട് വേഷം കെട്ടിച്ച് ഈ സിനിമ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് പ്രൊഡ്യൂസർ അവിടേക്ക് എത്തിയത്. ദേ ശരത്തെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, താനല്ലേടോ അവളെ ഈ സിനിമയിലേക്ക് ഏർപ്പാട് ചെയ്തത്. ഞാൻ പണം ഇറക്കുന്നതേ പണം കൊയ്യാൻ വേണ്ടി തന്നെയാണ്. എന്നോട് ആരെങ്കിലും കളി ഇറക്കിയാലുണ്ടല്ലോ, അവരെ ഞാൻ ശരിക്കും കളി പഠിപ്പിക്കുകയും ചെയ്യും, അത് മറക്കണ്ട എന്ന് പറഞ്ഞപ്പോ ഡയറക്ടർ പറഞ്ഞു, സാറേ, ആ പെൺകുട്ടി ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് എത്തും. ഈ കൃത്യസമയത്ത് ഇവിടെ എത്താമെന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. സാർ, കുറച്ചു നേരം കൂടി ഒന്ന് കാത്തുകൂടെ എന്ന് ചോദിച്ചതും അയാൾ ദേഷ്യത്തോടെ പറഞ്ഞു, കുറച്ചു നേരം കൂടി കാത്തിരിക്കാനോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ ക്ഷമയ്ക്ക് ഒരു പരിധിയുണ്ട്. എത്രയും വേഗം അവൾ ഇവിടെ എത്തിയില്ലെങ്കിൽ അവളുടെ തറവാട്ടിൽ ചെന്ന് ഞാൻ അവളെ പൊക്കും, മനസ്സിലായോ? ഞാൻ കാണിച്ചു തരാം എല്ലാത്തിനെന്ന് പറഞ്ഞ് പ്രൊഡ്യൂസർ ദേഷ്യപ്പെടുമ്പോ ഉടനെ ഡയറക്ടർ ശരത്തിനോട് പറഞ്ഞു, എടോ, താൻ എത്രയും വേഗം ചെന്ന് അവളെ കൂട്ടിക്കൊണ്ട് വാടോ, പോടോ എന്ന് പറഞ്ഞ് ശരത്തിനോട് അവിടെ നിന്ന് പോകാൻ ഡയറക്ടർ അറിയിച്ചു. അപ്പോഴേക്കും പ്രൊഡ്യൂസർ പറഞ്ഞു, കുറച്ചു നേരം കൂടി ഞാൻ കാക്കും, എന്നിട്ടും അവൾ വന്നില്ലെങ്കിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ഡയറക്ടറിന്റെ കലിപ്പ് കാട്ടി അവിടെ നിന്ന് പ്രൊഡ്യൂസർ പോയി കഴിയുമ്പോൾ ഡയറക്ടർ അവിടുത്തെ സ്റ്റാഫിനെ വിളിച്ച് തനിക്ക് കുടിക്കാൻ വെള്ളം കൊണ്ടുവരാനായി പറഞ്ഞു. വെള്ളവുമായി എത്തിയ ആളുടെ കയ്യിൽ നിന്ന് ദേഷ്യത്തോടെ വെള്ളം വാങ്ങിച്ചു കുടിക്കുന്നതോടൊപ്പം അത് വലിച്ചെറിയുകയും ചെയ്യുകയാണ് ഡയറക്ടർ. ഈ സമയത്ത് മണ്ഡപത്തിലെത്തിയ ആളുകളെ ആനയിച്ച് സ്വീകരിക്കുന്ന തിരക്കിലായിരുന്നു ദേവനാരായണനും കുടുംബവും, ഒപ്പം പരമേശ്വരനും കുടുംബവും. ഇതിനിടയിൽ വരനായ വരുൺ അവിടെ എത്തിയ തന്റെ സുഹൃത്തുക്കളെയൊക്കെ ആനയിച്ച് അവിടെ സന്തോഷത്തോടെ അവരെ അവിടെ പന്തലിൽ കൊണ്ട് നിർത്തുമ്പോ അപ്പുറത്ത് മാറിയിരുന്ന മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യയെ വരുൺ ശ്രദ്ധിച്ചു. സൂര്യയുടെ അരികിലേക്ക് വരുൺ എത്തിയതും വരുൺ ഉടനെ തന്നെ സൂര്യയോട് പറഞ്ഞു, ഏട്ടാ, എനിക്കൊന്ന് വാഷ്റൂമിൽ പോണം. ഇത് കണ്ടതും സൂര്യ ചോദിച്ചു, ആഹാ, ഇനിയും നീ വാഷ്റൂമിൽ പോകാനോ? ഇതിപ്പോ എത്രാമത്തെ തവണയാടാ? അല്ല, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നെന്ന് ചോദിച്ചപ്പോ വരുൺ പറഞ്ഞു, അതെ, ഞാൻ ടെൻഷനായിട്ടൊന്നുമല്ല. ഏട്ടന്റെ വിവാഹ ദിവസം ഏട്ടൻ കാണിച്ചു കൂട്ടിയതൊക്കെ ഞാൻ നേരി കണ്ടതല്ലേ, അതുകൊണ്ട് മിണ്ടാതെ അവിടെ ഇരുന്നോ കേട്ടോ എന്ന് പറഞ്ഞ് വരുൺ അവിടെ നിന്ന് എഴുന്നേറ്റ് പോന്നു. വരുൺ ആ സമയത്ത് അവിടെ വന്ന ആളുകളോടൊക്കെ പരിചയം പുതുക്കി സംസാരിച്ചങ്ങ് നിൽക്കുമ്പോഴാണ് മുല്ലപ്പൂ എടുത്തുകൊണ്ട് രാധിക അവിടേക്ക് വരുന്നത്. വരുൺ വളരെ സന്തോഷത്തോടെ ആ മണ്ഡപത്തിനരികിലൂടെ നടന്നു വരുന്നത് കണ്ട് രാധികയുടെ മനസ്സിലേക്ക് തന്റെ വിവാഹമാണ് നടക്കാൻ പോകുന്നത് എന്നൊരു ചിന്ത രാധികയുടെ മനസ്സിലേക്ക് ഓടിയെത്തി. രാധിക വിവാഹ പെണ്ണിന്റെ വസ്ത്രവും ആഭരണങ്ങളും ഒക്കെ ഇട്ടുകൊണ്ട് വരുണിനെ കാണാനായി ആ മണ്ഡപത്തിന് മുന്നിലേക്ക് വന്നതും വരുൺ രാധികയെ തന്നെ നോക്കി മതിമറന്ന് രാധികയുടെ അരികിലേക്ക് വന്നങ്ങനെ വരുൺ തന്നെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുന്ന ആ രംഗം രാധികയുടെ മനസ്സിലേക്ക് വന്നു. രാധികയെ മുഖത്തൊക്കെ തലോടിക്കൊണ്ട് വരുൺ രാധികയുടെ മുഖത്തെ കവിളത്ത് പിടിച്ച് അങ്ങനെ രാധികയെ തന്നെ നോക്കി നിൽക്കുന്ന ആ ഒരു ഓർമ്മ അപ്പോഴാണ്
കുറെ ക്യാമറ ഫ്ലാഷ് അടിക്കുന്നതിന്റെ ഫോട്ടോ എടുത്തതിന്റെ ഫ്ലാഷുകൾ വന്ന് ആ വെളിച്ചം രാധികയുടെ മുഖത്തേക്ക് വന്നടിച്ചതുപോലെ തോന്നി. പെട്ടെന്ന് സ്വപ്നത്തിൽ നിന്ന് ഞെട്ടിയുണർന്ന രാധിക തന്നെ വരുൺ കാണരുതെന്ന ആഗ്രഹത്തിൽ വേഗം ആ മുല്ലപ്പൂവുമായിട്ട് മണ്ഡപത്തിന് പിന്നിലേക്ക് പോകുന്നത് വരുൺ നോക്കിയിരുന്നു. സംശയത്തോടെ വരുൺ അങ്ങനെ നിൽക്കുമ്പോൾ ബിജു അവിടേക്ക് എത്തി. ബിജു വന്ന് വരുണോട് ചോദിച്ചു, അല്ല എന്താ മാഷെ എന്താ ഇവിടെ നിൽക്കുന്നത്? അപ്പോഴാണ് താൻ അവിടെ നിൽക്കുന്ന എന്താ കാര്യമെന്ന് വരുൺ ബിജുവിനോട് പറഞ്ഞത്. ബിജു വരുണിനോട് പറഞ്ഞു, അതെ ഞാൻ ഇവിടെ നിന്നതേ വേറൊന്നും കൊണ്ടല്ലടാ എന്ന് വരുൺ പറഞ്ഞപ്പോ ബിജു ചോദിച്ചു, അതൊക്കെ എനിക്ക് മനസ്സിലായി, വേഗം പോയി ആ എല്ലാവരോടും ഒപ്പം പോയി അവിടെ പോയി ഇരിക്കാൻ നോക്കുന്ന പറഞ്ഞതും വരുൺ പറഞ്ഞു, എനിക്ക് വാഷ്റൂമിൽ പോകണം. എടാ ഞാനിപ്പോ ഇതിലെ പ്രിയങ്ക പോകുന്നത് കണ്ടടാ, ഇത്രയും നേരമായിട്ടും പ്രിയങ്ക റെഡി ആയിട്ടൊന്നുമില്ല, സാധാരണ ഡ്രസ്സൊക്കെ ഇട്ടാ ഇതിലാണ് നടക്കുന്നത് എന്ന് പറഞ്ഞപ്പോ വരുണിന്റെ ആ സംശയം കേട്ട് ബിജു പറഞ്ഞു, അതെന്തോ ഏർപ്പാടാ, വിവാഹ ദിവസമേ പെൺകുട്ടിയെ എത്രയോ മണിക്കൂറുകൾക്ക് മുമ്പേ ഒരുക്കി തുടങ്ങും. നീ കണ്ടതേ ഇപ്പോ വിവാഹത്തോട് അടുത്ത് വന്നപ്പോ നിന്റെ മനസ്സിൽ എപ്പോഴും പ്രിയങ്കയുടെ ഓർമ്മ മാത്ര, അപ്പൊ കാണുന്ന കുട്ടികളൊക്കെ പ്രിയങ്കയാണെന്ന് തോന്നും, അതൊക്കെ സ്വാഭാവികമാണെന്ന് പറയുമ്പോ വരുൺ പറഞ്ഞു, എടാ നിനക്ക് ഞാൻ ഒന്ന് തന്നാലുണ്ടല്ലോ, ഞാൻ വ്യക്തമായി കണ്ടതാടാ ഇപ്പൊ ഇതിലെ പ്രിയങ്ക പോകുന്നത് എന്ന് പറഞ്ഞതും ബിജു പറഞ്ഞു, ആണെങ്കിൽ സാരയില്ല, മുഹൂർത്ത സമയത്ത് ആ കുട്ടിയെ അണിയിച്ചൊരുക്കി റെഡിയാക്കി നിന്റെ അരികിൽ കൊണ്ടുവന്നിരുത്തും, എന്താ അതുപോലെ, നീ വേഗം വാഷ്റൂമിൽ പോകാൻ നോക്കടാ എന്ന് പറഞ്ഞ് ബിജു വരുണിനോട് വാഷ്റൂമിലേക്ക് പോകാനായി നിർബന്ധിച്ചു. അപ്പോഴാണ് ദേവനാരായണനും ഭാര്യയും ഒക്കെ അവിടെ വന്നവരെ ഓരോരുത്തരെ വളരെ സ്നേഹപൂർവ്വം സ്വീകരിച്ചിരുത്തുമ്പോൾ അതിലെ കൂടി ശരത്ത് ആ ഓഡിറ്റോറിയം മൊത്തത്തിലൊന്ന് നോക്കി അതുവഴി നടന്നു വരുന്നത് ദേവനാരായണന്റെ കണ്ണിൽപ്പെട്ടു. ശരത്തിനെ കണ്ട് തിരിച്ചറിഞ്ഞ ദേവനാരായണൻ ഉടനെ അപ്പുറത്തു നിന്ന തന്റെ അമ്മയായ സുകുമാരിയെയും ഭാര്യ യശോദയെയും ദേവനാരായണൻ അരികിലേക്ക് വിളിപ്പിച്ചു. ഈ സമയത്ത് ശരത്ത് ആ ഓഡിറ്റോറിയത്തിലിരുന്ന ഒരു ചേച്ചിയോട് വധുവിന്റെ ഗ്രീൻ റൂം എവിടെയാണെന്ന് അന്വേഷിച്ചു. അപ്പോഴേക്കും ആ ചേച്ചി എന്തിനാ അറിഞ്ഞിട്ട് എന്ന് ദേഷ്യപ്പെട്ട് ചോദിക്കുമ്പോൾ വരുൺ പറഞ്ഞു, ശരത്ത് പറഞ്ഞു, ഞാനിവിടെ ഫോട്ടോ എടുക്കാനായിട്ട് വന്ന ആളാണ്, അതിന് ഇവിടുത്തെ ചുറ്റുപാടൊന്നും എനിക്കറിയില്ല, അതാ ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞപ്പോൾ ഇനിയിപ്പോ പെൺകുട്ടിയെ ഒരുക്കുന്നതിന്റെ ചില സ്റ്റിൽസ് കൂടി വേണമെന്നാണ് പറഞ്ഞത്, അപ്പോ അതിനുവേണ്ടി ഞാൻ വന്നത് എന്ന് പറഞ്ഞു കേട്ട് ഉടനെ അവർ വേണ്ട വഴിയൊക്കെ പറഞ്ഞു. ഗ്രീൻ റൂം കണ്ടെത്തിയതിനു ശേഷം അവിടേക്ക് പോകാൻ ശരത്ത് തീരുമാനിക്കുന്നു. അതുവഴി ശരത്ത് വന്ന വിവരം ദേവനാരായണൻ യശോദയെയും മുത്തശ്ശിയെയും ചൂണ്ടിക്കാട്ടുകയും ശരത്തിനെ കൃത്യമായി നോക്കണമെന്നും അവരെ ഏർപ്പാട് ചെയ്യുകയാണ് ദേവനാരായണൻ. പിന്നീട് ശരത്ത് മറ്റുള്ളവരുടെ കണ്ണു വെട്ടിച്ച് ഗ്രീൻ റൂമിനരികിലേക്ക് എത്തുമ്പോൾ യശോദയും മുത്തശ്ശിയും കൂടി അവിടേക്ക് എത്തി. നീ എന്തിനാ ഇവിടേക്ക് വന്നത് എന്ന് ചോദിച്ചപ്പോ പ്രിയങ്ക വിവാഹത്തിന് എന്നെ ക്ഷണിച്ചിരുന്നുവെന്നും അതുകൊണ്ട് പ്രിയങ്കയെ കണ്ട് ഒന്ന് വിഷ് ചെയ്യാൻ വേണ്ടി വന്നതാണെന്നും ഞാൻ ഇപ്പോൾ തന്നെ പോകും, എനിക്ക് ഇവിടുത്തെ ചടങ്ങിന് നിൽക്കാൻ കഴിയില്ല, അതുകൊണ്ട് പ്രിയങ്കയോടൊന്ന് സംസാരിക്കാൻ വന്നുവെന്ന് മാത്രമേ ഉള്ളൂ എന്ന് ശരത്ത് പറയുമ്പോൾ ശരത്തിനെ യശോദയും മുത്തശ്ശിയും അവിടെ നിന്ന് പറഞ്ഞയക്കുന്നു. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞങ്ങളുടെ കുഞ്ഞിനെ ഇന്ന് നിന്നെ കാണാൻ സമ്മതിക്കില്ല എന്നും അവൾക്ക് വേണ്ടാത്ത ഓരോന്ന് മോദിക്കൊടുത്ത് അവളെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചവനാണ് നീ, അതുകൊണ്ട് തന്നെ നീ ഇനി ഞങ്ങളുടെ മോളെ കാണണ്ട, അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കാൻ പോവുകയാണ്, അത് നീ ആയിട്ടില്ലാതാക്കരുത്, ഈ നിമിഷം ഇവിടെ നിന്ന് പൊയ്ക്കോണം എന്ന് പറഞ്ഞ് യശോദയും സുകുമാരിയും കൂടി ശരത്തിനെ അവിടെ നിന്ന് പറഞ്ഞയക്കണം. ശരത്ത് പുറത്തേക്ക് പോയി കഴിയുമ്പോൾ സുകുമാരിയും യശോദയും ഒന്നുകൂടി റൂമിൽ കയറി പ്രിയങ്കയെ നോക്കിയതിനു ശേഷം പ്രിയങ്ക സന്തോഷത്തോടുകൂടി ഇരിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തി അവർ നേരെ മണ്ഡപത്തിലേക്ക് പോകുന്നു. ശരത്ത് ഈ തക്കത്തിന് പുറത്തിറങ്ങി മറ്റുള്ളവരെ കണ്ണുവെട്ടിച്ച് ഇനി പ്രിയങ്കയുടെ റൂമിലെത്താൻ കഴിയില്ല എന്ന് ശരത്തിന് ഉറപ്പായി. എന്തായാലും എങ്ങനെയും പ്രിയങ്കയുമായിട്ട് ഇന്ന് ആ പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയേ തീരൂ, ഇല്ല എങ്കിൽ തന്റെ ജീവന് തന്നെ ആപത്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശരത്ത് പ്രിയങ്കയെ കൂട്ടിക്കൊണ്ടുപോകാൻ എന്താ വഴിയെന്ന് ആലോചിച്ചു. പെട്ടെന്ന് എന്തായാലും മറ്റ് പെൺകുട്ടികളെ പോലെ താനും ഒന്ന് അണിഞ്ഞൊരുങ്ങി ഒരു പെൺവേഷം കെട്ടി വന്നാൽ മാത്രമേ ഇനി പ്രിയങ്കയുടെ അരികിലേക്ക് എത്താൻ കഴിയൂന്ന് ശരത്തിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ശരത്ത് വേഗം മേക്കപ്പ് ഇട്ടുകൊണ്ട് ഒരു പെണ്ണിന്റെ വേഷത്തിൽ അവിടേക്ക് തിരികെ എത്തി. അപ്പോഴേക്കും മറ്റുള്ളവർ ശരത്തിനെ കണ്ട് തിരിച്ചറിയാത്ത രീതിയിൽ അവിടെ വിവാഹത്തിനെത്തിയ പ്രിയങ്കയുടെ ഏതൊരു സുഹൃത്ത് എന്ന രീതിയിൽ ശരത്തിനോട് എല്ലാവരും സംസാരിച്ചു. പ്രിയങ്ക എവിടെയാണെന്ന് അന്വേഷിച്ചപ്പോ ഗ്രീൻ റൂമിലേക്ക് കാട്ടിയതും അവിടേക്ക് ശരത്ത് എത്തുന്നു. ശരത്ത് റൂമിലേക്ക് കയറി വന്നപ്പോ പ്രിയങ്ക ആകെ അസ്വസ്ഥയായി. ഇത് തനിക്ക് പരിചയമില്ലാത്ത ഒരാളാണല്ലോ എന്ന ആശങ്കയോടെ പ്രിയങ്ക നോക്കുമ്പോൾ ശരത്ത് അവിടെ എത്തിയതിനു ശേഷം പ്രിയങ്കയുടെ കൂട്ടുകാരിമാരോട് താനാണ് വന്നിരിക്കുന്നത് എന്ന് മറ്റാരും അറിയാതെ ശരത്ത് അറിയിക്കണം. അത് കേട്ട കൂട്ടുകാരിമാർ
അവിടെ നിന്ന് രാധികയെ മനഃപൂർവ്വം തന്ത്രപരമായി അവിടെ നിന്ന് മാറ്റാനായി ശ്രമിക്കുന്നു. ചേച്ചി വേഗം ചെന്ന് കുറച്ചുകൂടി പൂക്കൾ എടുത്തോണ്ട് വാ, പ്രിയങ്കയുടെ തലയിൽ കുറച്ചുകൂടി പൂക്കൾ ചൂടാനുണ്ടെന്ന് പറഞ്ഞ് രാധികയെ അവിടെ നിന്ന് പുറത്താക്കി. രാധിക പോയി കഴിയുമ്പോഴേക്കും ശരത്ത് വിവരങ്ങളൊക്കെ പ്രിയങ്കയോട് പറഞ്ഞു. അവിടെ സെറ്റിട്ട് പൂജ നടക്കുകയാണെന്നും നിന്നെ കാണാത്തതിന്റെ പേരിൽ, ഹീറോയിനെ അവിടെ എത്തിക്കാത്തതിന്റെ പേരിൽ എന്നോട് ഡയറക്ടറും പ്രൊഡ്യൂസറും ഒക്കെ ദേഷ്യപ്പെടുകയാണ്. നീ ഇങ്ങനെ ഒരു അഹങ്കാരം കാണിച്ചതിന്റെ പേരിൽ ശരിക്കും ആകെ കുഴപ്പത്തിലാവുന്നത് ഞാനാണ്. ഇനിയും നീ അവിടെ എത്തിയില്ല എന്നുണ്ടെങ്കിൽ അവരെന്നെ ചിലപ്പോ കൊന്നു കളഞ്ഞേക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത്, അതും പൂജയുടെ ദിവസം തന്നെ നീ ഇങ്ങനെ കാണിച്ചാൽ അവർക്ക് എത്രത്തോളം ദേഷ്യം ഉണ്ടാവും അറിയില്ലേ? എത്രയോ റെക്കമെൻഡേഷൻ ഉള്ളതുകൊണ്ടാണ്, ഞാൻ എത്ര നിർബന്ധിച്ചിട്ടാണെന്ന് അറിയുമോ ഡയറക്ടർ സാറ് നിന്നെ സെലക്ട് ചെയ്തത്. അവസാനം നീ അത് എനിക്ക് കൂടി വിനയാക്കരുത് എന്ന്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീൻ്റെ കൂടെ വന്നേ തീരുമെന്ന് പ്രിയങ്കയോട് ശരത്ത് പറഞ്ഞു. പ്രിയങ്ക അപ്പോഴേക്കും ശരത്തിനോട് പറഞ്ഞു, ഞാൻ റെഡിയാണ് ശരത്, പക്ഷെ ഇവിടെ നിന്ന് ഞാൻ എങ്ങനെ വരും? ഇപ്പോ വിവാഹത്തിനുള്ള മുഹൂർത്തം അടുത്തു വരുന്നു. അവിടെയാണെങ്കിൽ വരനും കൂട്ടരും എത്തിക്കഴിഞ്ഞു. ഇനി ഞാൻ എങ്ങനെയാ ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്നത്? നീ അവിടെ ഇവിടേക്ക് വരനെത്താതെ ഈ വിവാഹം മുടക്കി കളയാമെന്ന് പറഞ്ഞിട്ട് അതും നീ ചെയ്തില്ലല്ലോ എന്ന് ചോദിച്ചതും ശരത്ത് പറഞ്ഞു, ഞാൻ അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. ഞാൻ പറഞ്ഞയച്ച ഗുണ്ടകളും വഴിയിൽ വെച്ച് വരുണിനെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചു. പക്ഷേ അവിടേക്ക് അവരുടെ കാറ് വരുന്നതിന് മുമ്പ് വരുണിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമെന്നും വരുണിനെ വിവാഹം തടയുന്നതിന് വേണ്ടി ആരെങ്കിലും എത്തുമെന്ന് അറിയാവുന്നത് കൊണ്ട് വരുൺ മുൻകൂട്ടി തന്നെ സ്വയം സംരക്ഷിക്കുന്നതിന് വേണ്ടി മറ്റൊരു സംഘം ഗുണ്ടകളെ വരുൺ ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞയച്ച ഗുണ്ടകളെ ആ ഗുണ്ടകൾ തല്ലി തരിപ്പണമാക്കി. അതാണ് സംഭവിച്ചത്. എന്തായാലും ഇനി അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല, നമുക്ക് എത്രയും വേഗം സെറ്റിലെത്തണം എന്ന് ശരത്ത് അറിയിച്ചു. ഇത് കേട്ടതും എങ്ങനെയാണ് ഇനി അവിടേക്ക് പുറപ്പെടുക എന്ന ആശങ്കയിൽ അങ്ങനെ രാധിക പ്രിയങ്ക നിൽക്കുന്ന നേരത്ത് രാധിക അവിടേക്ക് എത്തി. അവിടെ നിൽക്കുന്ന ശരത്തിനെ കണ്ടതോടെ രാധിക ദേഷ്യപ്പെട്ടു. ആഹാ, നീ ഇവിടെ വീണ്ടും വന്നോ? ശരത്തുമായിട്ടുള്ള നിന്റെ ഈ കളി വീണ്ടും തുടങ്ങിയോ മോളെ എന്ന് ചോദിച്ച് പ്രിയങ്കയോട് രാധിക ദേഷ്യപ്പെടുമ്പോ പ്രിയങ്ക പറഞ്ഞു, ചേച്ചി എന്റെ ഏറ്റവും വലിയ സ്വപ്നം സഫലമാകാൻ പോവാ. ഞാൻ പറഞ്ഞല്ലോ എന്റെ സിനിമയുടെ പൂജയാണെന്ന്. അതുകൊണ്ട് എന്തായാലും എനിക്ക് അവിടെ ചെന്നേ പറ്റൂ. ചേച്ചി എനിക്ക് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് എനിക്ക് പകരം ചേച്ചി ഇവിടെ ഒരുങ്ങി നിൽക്കണം. ഞാൻ ഉടനെ തന്നെ മടങ്ങിയെത്താം. മുഹൂർത്തത്തിന് മുൻപ് തന്നെ എന്നെ ശരത്ത് ഇവിടെ എത്തിക്കും. ചേച്ചി ഒരു തവണത്തേക്ക് എനിക്ക് വേണ്ടി ഒരിക്കൽ കൂടി ചേച്ചി എനിക്ക് ഒപ്പം ഒന്ന് സഹായത്തിനായി നിൽക്കണമെന്ന് പറഞ്ഞ് പ്രിയങ്ക രാധികയോട് തനിക്ക് വേണ്ടി ഒന്ന് അഭിനയിക്കാമെന്ന് ആവശ്യപ്പെട്ടു. അത് കേട്ട പ്രിയങ്കയോട് രാധിക പറഞ്ഞു, ഇല്ല, ഞാൻ അതിന് ചെയ്യില്ല. അച്ഛനും അമ്മയും ഇനി എനിക്ക് വഞ്ചിക്കാനോ ചതിക്കാനാവില്ല മോളെ എന്ന് പറഞ്ഞപ്പോൾ പ്രിയങ്ക പറഞ്ഞു, എന്നാ ശരി, ഞാനിപ്പോ ഇതിന്റെ കൂടെ പോയിക്കോളാം. എന്നിട്ട് ഇനി ഒരിക്കലും ഇവിടേക്ക് മടങ്ങി വരുന്നുമില്ല. എന്താ അതുപോലെ എന്ന് ചോദിച്ചപ്പോൾ രാധിക ആകെ ടെൻഷനിലായി. കുറച്ചു നേരത്തെ കാര്യമല്ലേ ഉള്ളൂ ചേച്ചി, ഞാനും വേഗം തന്നെ മടങ്ങിയെത്താം. ചേച്ചി എനിക്ക് വേണ്ടി ഒന്ന് ഒരുങ്ങി ഇവിടെ ഇരുന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞ് അവസാനം രാധിക തന്റെ അനുജത്തിയുടെ ആഗ്രഹമായതുകൊണ്ട് മനസ്സോടെ രാധിക അതിനെ സമ്മതിക്കുന്നു. അങ്ങനെ പ്രിയങ്കയുടെ വേഷവും ആഭരണങ്ങളും എല്ലാം ധരിച്ച് രാധിക മറ്റുള്ളവർക്ക് മുഖം കാണിക്കാതെ അവിടെ തന്നെ ഇരിക്കുന്നു. ഈ സമയത്ത് പ്രിയങ്ക വേഗം ശരത്തിന്റെ കൂടെ പുറത്തേക്ക് ഇറങ്ങി വരുന്ന നേരത്ത് ചുരിദാർ ഷോളിട്ട് മുഖം അങ്ങനെ മൂടിക്കൊണ്ട് വരുമ്പോഴാണ് അവിടേക്ക് വരുൺ എത്തുന്നത്. രാധിക ഒരുങ്ങി റെഡിയായി നിൽക്കുകയാണോ എന്നറിയാൻ പ്രിയങ്ക റെഡിയായെന്ന് അറിയുവാനായി വരുൺ ഗ്രീൻ റൂമിനരികിലേക്ക് വരുമ്പോഴാണ് ശരത്തിനോടൊപ്പം പ്രിയങ്ക പുറത്തേക്ക് ഇറങ്ങിയത്. വരുൺ തന്നെ കണ്ടു എന്ന ഞെട്ടലിൽ പ്രിയങ്ക അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ വരുൺ പ്രിയങ്കയെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തിട്ട് വേഗം തന്നെ ഗ്രീൻ റൂമിന് അരികിലേക്ക് നടന്നു പോകുന്നു. വരുണിനെ തന്നെ കണ്ടിട്ട് മനസ്സിലായിരുന്നില്ല എന്ന ആശ്വാസത്തിൽ പ്രിയങ്ക ശരത്തിനോടൊപ്പം അവിടെ നിന്ന് പുറപ്പെടുന്നു.